ഇന്ന് ഞാൻ പങ്കുവെക്കാൻ പോകുന്ന വീഡിയോ കന്യാകുമാരി പോയതാണ്. കന്യാകുമാരി വിവേകാനന്ദ പാറ. അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ യൂട്യൂബിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പോയിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണേണ്ടതാണ്. കാരണം എൻ്റെ ചെറുപ്പകാലം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അവിടെ പോകണമെന്ന്. അതാണ് ഞാൻ സാധൂകരിച്ചത്. അപ്പോൾ നേരെ അവിടെ ചെന്ന ശേഷം ഞാൻ ബോട്ടിൻ്റെ അടുത്തോട്ട് ചെന്നു. ബോട്ടിന് അങ്ങോട്ട് 75 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ അവിടെ ചെന്ന് നിന്നപ്പോൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു, നിരനിരയായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുക. ബോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു നിർമ്മിതിയാണ്. വലിയൊരു ബോട്ട്, ഒരു 100-150-200 ആളിനെ കൊള്ളുന്ന ഒരു ബോട്ടാണ്. ബോട്ട് ഇങ്ങനെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോൾ പെരിയ ആളിനെ കയറ്റാൻ തുടങ്ങി. എല്ലാവരും പുറകെ ഞാനും കയറി. അപ്പോൾ ഒരുപാട് സഞ്ചാരികളുണ്ട്. നോർത്ത് ഇന്ത്യൻസും ഒക്കെയാണ് കൂടുതലും വരുന്നത്. തമിഴ് വംശജർ കുറവാണ്. സഞ്ചാരികളല്ലേ ഇവിടെ വരുന്നത്. അത് കാരണം ഇഷ്ടംപോലെ നോർത്ത് ഇന്ത്യൻസാണ് അവിടെ വന്നിരിക്കുന്നത്. ബോട്ടിൽ കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഇവിടെ നിർബന്ധമാണ്. അപ്പോൾ ഞാനും എടുത്തൊരു ലൈഫ് ജാക്കറ്റ് ഇട്ടു. ഭയങ്കര സുരക്ഷാ സന്നാഹത്തോടെ ഇവിടെ കയറ്റുള്ളൂ. അപ്പം നൈസായിട്ട് ഞാനും കൂടെ ഒരു ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ബോട്ടിനുള്ളിലോട്ട് കയറി. ഇഷ്ടംപോലെ സഞ്ചാരികളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. സഞ്ചാരികളെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സഞ്ചാരികളുണ്ട്. അങ്ങനെ പുതിയ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ബോട്ടിങ്ങനെ പോകാൻ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ബഹളമാണ്, സഞ്ചാരികളുടെ ബഹളമാണ്. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു കടലിൽ കൂടെ യാത്ര ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഒരു ബോട്ടിൽ. കപ്പലിലൊന്നും ഞാൻ കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനൊരു ബോട്ടിൽ കൂടെ യാത്ര ചെയ്യുന്നത്. കടലിൽ കൂടെ, കായലിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. അതൊരു ഫസ്റ്റ് അനുഭവമാണ്. ഇപ്പോൾ കയറിയിട്ടുള്ള ഒരു അനുഭവം ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല അടിപൊളി അനുഭവമാണ്. ആടി ഉലഞ്ഞൊക്കെ ഉള്ള ഭയങ്കര ഒരു പോക്ക്. പക്ഷേ നമ്മുടെ ഈ അടുത്തൊക്കെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഉൾക്കടലിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സീനാണെന്നാണ് പറയുന്നത്. ഭയങ്കര സീനെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് ഈ അടുത്തുള്ള പ്രദേശമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ കരയിൽ നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്ററിന് അടുത്തെങ്ങാണ്ടാണ് വിവേകാനന്ദ റോക്ക് എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അപ്പം നേരെ ഇങ്ങനെ ഓളമൊക്കെ തള്ളി ബോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കരയെന്നൊരു 10 മിനിറ്റ് യാത്ര പോലും. ഇപ്പം അടുക്കാറാവും ബോട്ട്. അപ്പം ബോട്ട് ഏകദേശം അടുക്കാറായത്. പാറ കാണുന്നുണ്ട്. നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമാണ് കാണുന്നത്. നമ്മൾ കയറിയ വശത്തൂടെ ഇറങ്ങുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വശത്തോടാണ് ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ഈ ബോട്ടിൽ തന്നെ തിരിച്ചു പോകാൻ നിൽക്കുന്ന ആളുകളുണ്ട്. അവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ പോയത് ലാസ്റ്റ് ബോട്ടിലായിരുന്നു. 4:30 വരെയും കണ്ടേ ഉള്ളൂ ബോട്ട്. ആ സമയത്താണ് ഞാൻ പോയി ലാസ്റ്റ് ബോട്ടിൽ തന്നെ തിരിച്ചും വന്നു. ആ ഒരു സമയത്താണ് പോയത്. അപ്പോൾ പോകുന്ന എല്ലാവരും കഴിവതും നേരത്തെ പോയിട്ട് ഇറങ്ങാൻ നോക്കുക. കടലിൻ്റെ നടുക്കുള്ള വിവേകാനന്ദ മന്ദിരത്തിൻ്റെ ആ ഒരു നിൽപ്പ് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഞാൻ നേരത്തേക്ക് കുറേ 3-4 വട്ടം കന്യാകുമാരി വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ വിവേകാനന്ദ റോക്കിൽ കയറുന്നത്. ആദ്യത്തെ അനുഭവമാണ് കയറുന്നത്. അപ്പോൾ
ഫസ്റ്റ് കയറുമ്പോൾ അതിൻ്റേതായ രീതിക്ക് തന്നെ കയറണം കേട്ടോ. അപ്പോൾ ബ്ലോഗറായിട്ട് തന്നെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ കയറിയത്. നമ്മുടെ ചെറുപ്പകാലത്ത് ആഗ്രഹമാണ് സാധൂകരിച്ചിരിക്കുന്നത്. വിവേകാനന്ദ പാറയിലൊന്ന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതങ്ങ് സാധിച്ചു. എപ്പോഴാണ് സാധിച്ചത്? സാധിച്ചു. പക്ഷേ നമുക്ക് ബ്ലോഗറായതിനു ശേഷമാണ് നടന്നത്. ഓക്കെ, അതേ നേരം ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറുകയാണ്. ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറി ബാക്കിയുള്ള കാഴ്ചകളൂടെ കാണാൻ വേണ്ടി കയറുകയാണ്. ഇത് അതിൻ്റെ അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഒരു മത്സ്യക്കുളമാണ്. ഇഷ്ടംപോലെ മത്സ്യങ്ങളുണ്ട്, ചെറിയ മത്സ്യങ്ങൾ, ശുദ്ധജല മത്സ്യങ്ങൾ. ശുദ്ധജലം അവിടെ കൊണ്ടുവന്നിട്ട് മത്സ്യങ്ങൾ വളർത്തുന്ന ഒരു ചെറിയൊരു കുളമാണത്, സിമെൻറ്റ് കുളം. അത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അവിടുത്തെ അന്തരീക്ഷമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചും മറ്റ് പാറകളൊക്കെ പെയിൻ്റൊക്കെ അടിച്ചും അങ്ങനെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തെങ്ങും അനുഭവിക്കാത്ത തരത്തിലുള്ളൊരു പ്രത്യേക ഒരു ആത്മീയ അന്തരീക്ഷം അവിടെ ഉള്ളത്. അതായത് ഒരു പ്രത്യേക ആത്മീയ അന്തരീക്ഷം ലോകത്ത് വേറെ എങ്ങും എനിക്ക് കിട്ടിയിട്ടില്ല. അതേപോലത്തെ ഒരു ആത്മീയമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ ഒരു കുളം, കടലിന് നേരെ തന്നെ ചേർത്ത് അവിടെ ഒരു കുളം പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്തിന് മീനുണ്ട്, ഇഷ്ടംപോലെ ശുദ്ധജല മത്സ്യങ്ങളാണ്. അവിടെ മന്ദിരത്തിൻ്റെ മുന്നിലായിട്ട് സൗത്ത് നോർത്ത് കാണിക്കുന്ന ഒരു ചെറിയൊരു രേഖ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് മാർബിള് അവിടെ നല്ല കറക്റ്റായിട്ട് കൃത്യമായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു നിർമ്മിതിയാണ്, ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയാണത്.
ഇതാണ് അതിനകത്തിന് ഒരു ഈ റോക്കാണ്, ഒരു കല്ലാണത്. അതേ പൂമാലയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. സമാധി ഇരുന്ന സ്ഥലമെന്ന് തോന്നുന്നുണ്ട് വിവേകാനന്ദ സ്വാമി. അവിടെ ദർശനം ചെയ്ത ശേഷം ആ വലിയ വഴിയിലോട്ട് ഇറങ്ങി. അതാണ് വലിയൊരു പ്രതിമ അവിടെ പണിയുന്നുണ്ട് വിവേകാനന്ദ സ്വാമിയുടെ. അതിന് വെളിയിൽ ഭയങ്കരമായിട്ട് പണിയുന്നുണ്ട്. അതിൻ്റെ നിർമ്മിതിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കടൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് തൊട്ട് നീലയായിട്ട്, അതിനപ്പുറത്ത് കടും നീലയായിട്ടാണ് കാണുന്നത്. അതിപ്പോൾ വീഡിയോയിൽ വരും, നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ മതി. കടൽ കാണുന്നത് കണ്ടില്ലേ? കടൽ ഒരു സൈഡ് വരെ നീല, അതിനപ്പുറത്ത് കടും നീല, അങ്ങനെ ഒരു രീതിയിലാണ് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇത് സ്വാമി വിവേകാനന്ദൻ്റെ ഒരു പ്രതിമയാണ് അതിനകത്തുള്ളത്. അവിടെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഞാനും വന്ന് പ്രാർത്ഥിച്ചോടെ. അവിടെ ക്യാമറ മാറ്റാനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ക്യാമറ ഓണായി കിടക്കുകയായിരുന്നു. അങ്ങനെ കിട്ടിയത്. ഇത് അതിന് വെളിയിലിറങ്ങിയ ശേഷമുള്ള കാഴ്ചകളാണ് അമ്പലത്തിൻ്റെ. ഇത് കല്ലേലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെളിയിൽ സാധനമൊക്കെ കൊണ്ടുവന്ന് കല്ലേലൊക്കെ നിർമ്മിച്ച് കയറ്റിയിരിക്കുക. ഇഷ്ടംപോലെ സഞ്ചാരികളാണ് വന്നപ്പോൾ. നോർത്ത് ഇന്ത്യൻസ്, കർണാടകക്കാർ, പിന്നെ കേരളത്തിൽ നിന്നൊക്കെ ഒന്നും അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഈ നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലും കാണാൻ പറ്റിയത്. അവിടെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അവനെ ഒരു അത്ഭുതപ്പെടുത്തിയ കാഴ്ചയാണ്. ഒരു സൈഡ് വരെ കടലിന് വേറൊരു കളറും, അപ്പുറത്തെ സൈഡിൽ വേറൊരു കളറും. കന്യാകുമാരി ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് ഇത്. രണ്ട് കളറ്. അത് എന്തോ വെയിലടിക്കുന്നതിൻ്റെയോ സൂര്യൻ്റെ വെട്ടം അടിക്കത്തില്ലേ, അതിൻ്റെ എന്തോ പ്രത്യേകതയത്. അവിടെ ഒരു പ്രതിമയപ്പുറത്ത് പണിയുന്നുണ്ട്. വലിയൊരു പ്രതിമ കണ്ടില്ലേ? സ്വാമി വിവേകാനന്ദൻ്റെ വലിയൊരു പ്രതിമ. അത് നേരത്തെ തൊട്ട് ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇപ്പോൾ അത് പുതുക്കി പണിയുന്നുണ്ടോ. लड्डू
അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ട് പോകാൻ സമയമായി. ബോട്ട് പോകാൻ സമയം കൊണ്ട് പതിയെ ഞാൻ ലൈനിൽ കയറുകയാണ് ബോട്ടിൽ കയറാൻ വേണ്ടി. ഭയങ്കര ക്യൂ ആണ്, ലാസ്റ്റ് ബോട്ടാണ്. മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ബോട്ടില്ല. അത് കാരണം ഞാൻ ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ്. അവിടെ വലിയ തടാകം കണ്ടു. അതിനകത്ത് ഒരു ശുദ്ധജല തടാകം പണിയിട്ടേക്കുന്നു. അതിനകത്ത് നിറച്ച മീനും. അതിൻ്റെ സൈഡിൽ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു കാഴ്ചയെ അതൊന്നുകൂടെ ഒന്ന് ഷൂട്ട് ചെയ്യും. അവിടെ വേറെ ഏതാണ്ട് വലിയ പണിയും നടക്കുന്നുണ്ട്. അവിടെ പുറത്ത് വികസന പ്രവർത്തനങ്ങൾ നടക്കും. അവിടെ ഹിറ്റാച്ചിയും JCBയും എല്ലാ സാധനങ്ങളും പാറയുടെ പുറത്തുണ്ട്. അങ്ങനെ ഇതേ വിവേകാനന്ദപ്പാറ വഴി പറഞ്ഞിട്ട് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും വരാൻ പറ്റുമോ എന്ന് പിന്നെ ഉറപ്പൊന്നുമില്ല. പക്ഷേ എന്തായാലും എൻ്റെ വീഡിയോ കാണുന്നതാണ്, ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.